ആദ്യം ഡോക്ടർ മേരി ജോർജ്, എങ്ങനെ കാണുന്നു താങ്കൾ ഈ തീരുമാനത്തെ? എന്തായാലും ജനപ്രിയം എന്ന കാര്യത്തിൽ സംശയമില്ല, അതിനാൽ തന്നെ സ്വാഗതം ചെയ്യേണ്ട തീരുമാനമാണ്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും പ്രിയദർശിനി എന്ന പേരിൽ വളരെ ജനപ്രിയമായ ഒരു നടപടി തന്നെയാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച എന്താ പറയുക വൈറ്റ് പേപ്പർ, ആ വൈറ്റ് പേപ്പർ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു വൈറ്റ് പേപ്പർ തന്നെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ കടത്തെ കുറച്ച് കാണിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ വൈറ്റ് പേപ്പർ പറയുന്നതിനേക്കാൾ അതിരൂക്ഷമാണ് കേരളത്തിന്റെ ധനപ്രതിസന്ധി എന്ന് കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്ന ആർക്കും പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ഒരു പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയാൽ, ഇപ്പൊ ആദ്യം പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് എല്ലാത്തരം യാത്രക്കാർക്കും അവസരം ഒരുക്കുന്നത് എങ്കിൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് അത്ര അതീവ ഗുരുതരമായിരിക്കുകയില്ല. പക്ഷേ പഠിച്ച് എല്ലാവരിലേക്കും ഇത് ആക്കി കൊടുക്കുക, എല്ലാവർക്കും ഈ സൗജന്യം കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ അത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് വളരെ ഗുരുതരമായിരിക്കും. കാരണം നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തില് ഒരു വർഷം KSRTC സൗജന്യ യാത്ര എല്ലാ ബസ്സുകളിലും നൽകുന്നത് കൊണ്ട് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് 4000 കോടി കടമുള്ളതായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഇത് തുടങ്ങിയതോടുകൂടി 40% യാത്രയുടെ പെർസെന്റേജ് വർധനവ് ഉണ്ടായിട്ടുണ്ട് KSRTCയുടെ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഈ 4000 കോടിയുടെ നഷ്ടം അതുവരെ ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്നതാണ് കർണാടക ട്രാൻസ്പോർട്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഈ പറഞ്ഞതുപോലെ എല്ലാവിധ ബസ്സുകളിലേക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ അതീവ ഗുരുതരമായിരിക്കും അതിന്റെ ഭവിഷ്യത്ത്. കാരണം കർണാടക സംസ്ഥാനം ഒരു ഫിസ്ക്കൽ ക്രൈസിസ് ഉള്ള സംസ്ഥാനമായിരുന്നില്ല, ഇപ്പോഴും അല്ല. അതേ സമയത്ത് കേരളം അതീവ ഗുരുതരമായ ഫിസ്ക്കൽ ക്രൈസിസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ, അതായത് നേരെ നിൽക്കാൻ, തല നിവർത്തി പിടിച്ച് നിൽക്കാനുള്ള അവസരം ഉണ്ടാകണമെങ്കിൽ തന്നെ വളരെ കടുത്ത ധനസമാഹരണ മാർഗങ്ങള്, ചെലവ് ചുരുക്കൽ, അതുപോലെ തന്നെ മറ്റ് പല തെറ്റായ പ്രവണതകളും ഫിസ്ക്കൽ മേഖലയിലെ CAG ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിരുന്ന തെറ്റായ പ്രവണതകൾ, വകമാറ്റല്, അതുപോലെ തന്നെ PR വർക്കിന് വേണ്ടിയുള്ള ചെലവ്, ഇങ്ങനെ നിരവധി കാര്യങ്ങള് CAG തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള യാതൊരു കാര്യത്തിനും പണം ചെലവഴിക്കാതെ വളരെ കർശനമായ നിബന്ധനകളോടുകൂടി മാത്രം ചെലവഴിക്കുക. അതുപോലെ ധനസമാഹരണം, എവിടെയൊക്കെ നികുതി ചോർച്ചയുണ്ടോ ആ നികുതി ചോർച്ചകളൊക്കെ അടച്ച് വളരെ കാര്യക്ഷമമായ രീതിയിൽ നികുതി വരുമാന സമാഹരണം, നികുതിയേതര വരുമാന സമാഹരണം, അതുപോലെ തന്നെ കേന്ദ്രവുമായി ഏറ്റുമുട്ടാൻ പോകാതെ വളരെ കാര്യക്ഷമതയോടുകൂടി കേന്ദ്ര ഫണ്ട് പ്രയോജനപ്പെടുത്തി കേന്ദ്രത്തിൽ നിന്ന് വേണ്ടത് ചോദിച്ചു വാങ്ങുക. ഈ തരത്തിലൊക്കെ ശ്രമിക്കണം ഒരു വശത്ത്. എങ്കിൽ പോലും എല്ലാവർക്കും സൗജന്യ യാത്ര ഓർഡിനറി ബസ്സിലാണെങ്കിൽ പോലും അത് ബുദ്ധിമുട്ടാക്കും പോകട്ടെ. അതിൽ നിബന്ധന വെക്കണമായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? ഇപ്പോൾ എല്ലാ സ്ത്രീകൾക്കും വേണ്ട അതിൽ തന്നെ വരുമാന പരിധിയും അതുപോലെ തന്നെ പ്രായം, അങ്ങനെ ഏതെങ്കിലും ഒരു ഘടകം വേണമായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അതിൽ വരുമാന പരിധി വേണമെങ്കിൽ വെക്കാമായിരുന്നു അല്ലേ? അതല്ലേ ഉള്ളൂ. അല്ലാതെ മറ്റെന്തെങ്കിലും വ്യവസ്ഥ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സൗജന്യത്തിന് അർത്ഥമില്ലാതെയായി. ഇല്ല, വരുമാന പരിധി മാത്രമാണ് നമ്മളിവിടെ വളരെ പ്രധാനമായിട്ട്. പിന്നെയും വേണം വേറെ ചില പരിധികൾ എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട്, അതായത് ഇത് ഫ്രീ ട്രാവൽ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ ട്രാവൽ ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ, അതായത് നമുക്കറിയാം 50 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിലുള്ളത്. അവരുടെ കൂട്ടത്തിൽ സ്ത്രീകള്, കുട്ടികള് ഒക്കെയുണ്ട്. അപ്പോ ഈ സൗകര്യം ഒരു കണ്ടീഷൻസും ഇല്ലാതെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് വലിയ തോതിൽ മിസ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി വളരെ ഡിജിറ്റൈസ് ചെയ്ത് ഇത് ആധാർ കാർഡുമായിട്ട് അങ്ങനെ ഡിജിറ്റലായിട്ട് ലിങ്ക് ചെയ്ത് റേഷൻ കാർഡ്, ആധാർ കാർഡ്
അങ്ങനെ മൊബൈൽ ആപ്പ് ഇതൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് എല്ലാ മാസവും വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, മിസ്യൂസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട്. അങ്ങനെ അതായത് പ്രായഭേദമന്യേ എല്ലാവർക്കും കൊടുക്കാം. പക്ഷേ ഒരു ഇൻകം കാറ്റഗറി, അതായത് ഇപ്പൊ അതായത് ഗവൺമെന്റ് സർവീസിലാകട്ടെ, എയ്ഡഡ് സെക്ടറിലാകട്ടെ, മറ്റ് തരത്തിലുള്ള സേവനങ്ങളിലാകട്ടെ, എനിക്ക് തോന്നുന്നു 40,000 50,000 രൂപ പ്രതിമാസ ശമ്പളം അതിന് താഴേക്കുള്ളവർക്ക് കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കുക, സ്ത്രീകളായിട്ടുള്ള എല്ലാവർക്കും കൊടുക്കുക, വിദ്യാർത്ഥിനികൾക്കും എല്ലാവർക്കും കൊടുക്കുക. അതിന് മുകളിലേക്ക് ശമ്പളമുള്ളവർക്ക് ട്രാൻസ്പോർട്ട് ചാർജസ് വഹിക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ, ഇപ്പൊ സ്വകാര്യ മേഖലയെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ, സ്വകാര്യ മേഖല വലിയ അങ്കലാപ്പിലാണെന്ന്. അത് ശരിയാണ്, അവർ അങ്കലാപ്പിലായിരിക്കും. കാരണം ഇപ്പൊ കർണാടകത്തിൽ തന്നെ 40% വർധനവാണ് അവരുടെ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ ഉണ്ടായത് എന്ന് പറയുമ്പോൾ അതുപോലെ ഒരു വർധനവ് കേരളത്തിലും പ്രതീക്ഷിക്കാം. ശരിയാണ്. അത് മാത്രമല്ല ഒരേ ചാർജ് ഏർപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോൾ ബസ് ചാർജ് കൂട്ടുമ്പോൾ ഒരേ ചാർജ് ഏർപ്പെടുത്തുന്ന ഒരു പതിവാണല്ലോ ഉള്ളത്. അതിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രൈവറ്റ് ബസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.